കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച സ്വർഗസ്ഥനായ പിതാവിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ത്രിയേക ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ വസിക്കുവാൻ ഭാഗ്യം നൽകി. ദൈവപുത്രനായ ക്രിസ്തു കാലത്തികവിങ്കൽ ജഡം ധരിച്ചു ഭൂമിയിൽ വന്നു. നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ലഭിക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ദൈവകൃപ അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുമാറാകട്ടെ. നമ്മോടുള്ള കൃപ വ്യർത്ഥമാക്കാതെ. സ്തോത്രം. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് കരുതുവാൻ നമുക്കെല്ലാവർക്കും ദൈവം അവസരങ്ങളെ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തിടുക്കത്തോടെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് തിരിയാം. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായമാണല്ലോ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 3ഉം 4ഉം വാക്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വരികയാണ്. ഇത്ര വലിയ രക്ഷ എന്തുകൊണ്ട് ആയിരിക്കുന്നു? അതിനുശേഷം നമ്മൾ 2 ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോവുക എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? രക്ഷയെ അഗണ്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇന്നലെയും മിനിയാന്നും നമ്മൾ അതാണ് നോക്കിയത്. അല്പ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് അതിൽ ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിയത് അപ്പോസ്തലൻ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്ന ദൈവത്തിൻ്റെ ഒഴിയാത്ത ശിക്ഷാവിധി വരുന്ന പാപം എന്തല്ല, മറിച്ച് എന്താണ് എന്നതായിരുന്നു. ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് ഇന്നത്തെ സ്ഥിതിയിലാണ്. ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും സത്യവെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടില്ല. വെളിച്ചത്തെക്കാൾ അധികം അവർ ഇരുളിനെ സ്നേഹിച്ചു. യോഹന്നാന്റെ ഭാഷയാണ്. 3-ാമത്തെ അധ്യായം 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ലോകത്തിൻ്റെ പാപം നമ്മൾ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നിന്നും, യോഹന്നാൻ 1:11 നിന്നും ഇന്നലെ കണ്ടു. ലോകം സ്രഷ്ടാവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ല. സ്വന്തമായവർ അഥവാ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം അയച്ച ദൈവപുത്രനായ മശിഹായെ അവർ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 3-ാം അധ്യായം 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളാണ് വീണ്ടും പറഞ്ഞത് ലോകത്തിൻ്റെ പാപം എന്താണ്,
19 വാക്യം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. ന്യായവിധി എന്നത് Yeah, വെളിച്ചം 319. ലോകത്തിൽ 319. Yeah, വായിച്ചോ സുജ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചത്തേക്കാൾ ഇരുളിനെ മനുഷ്യർ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. അതാണ് ന്യായവിധി. 16-8 വാക്യം കൂടെ വായിച്ചാട്ടെ. യോഹന്നാൻ തന്നെ 16:8, 8 and 9. 8 തൊട്ട് വായിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും. പരിശുദ്ധാത്മാവ് ലോകത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The ministry of the Holy Spirit in regard to the world, ലോകത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായി ഓരോ വിശ്വാസിയോടുമുള്ള ബന്ധത്തിൽ, അങ്ങനെ തരം തിരിച്ചു പഠിക്കാൻ സാധിക്കും. അതിലിവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചത് യോഹന്നാൻ 16:8 തുടങ്ങിയ വാക്യങ്ങളിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ലോകത്തോടുള്ള ബന്ധത്തിലെ പ്രവൃത്തിയാണ്, ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എന്നിട്ട് പറയുന്നു, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാപം യേശുക്രിസ്തു പറയുന്നു, അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്ന പാപം. അപ്പൊ 3 കാര്യങ്ങൾ യോഹന്നാൻ പറയുന്നത് കേട്ടല്ലോ. ലോക അവനെ അറിഞ്ഞില്ല, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. പിന്നെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, വെളിച്ചത്തേക്കാൾ അവർ ഇരുളിനെ സ്നേഹിച്ചു. 4-ാമത്തേതാണ് യോഹന്നാൻ 16:8 പറഞ്ഞത്, 8-9 വാക്യങ്ങൾ പറഞ്ഞത്, അവർ ലോകം യേശുക്രിസ്തുവിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. അപ്പൊ കണ്ടോ, ഇതാണ് ലോകത്തിൻ്റെ പാപം, അവിശ്വാസികളുടെ പാപം. ക്രിസ്തുവിനെ അറിയാതിരിക്കുക, കൈക്കൊള്ളാതിരിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുക, വെളിച്ചത്തേക്കാൾ ഇരുളിനെ, തെറ്റിനെ, പാപത്തെ, അശുദ്ധിയെ സ്നേഹിക്കുക, ഇതൊക്കെയാണ്. എന്നാൽ എബ്രായർ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-4 വാക്യങ്ങളിൽ പറയുന്ന പാപം ഈ പാപമല്ല, ലോകത്തിൻ്റെ പാപം അല്ല, അവിശ്വാസികളുടെ പാപമല്ല. പകരം വിശ്വസിച്ചവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ പാപമാണ്. അതിലേറ്റവും ഗൗരവതരമായതാണ് രക്ഷയെ, അല്ല, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിരിക്കുക, അഗണ്യമാക്കുക. സ്തോത്രം. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്നലെയും പെട്ടെന്ന് നിർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ആ, നമുക്ക് ചില അതുപോലെ കാര്യങ്ങളിലൂടെ പാസ്റ്ററെ, തുടരാം. ഈ ചില സഭക്കാര് പഠിപ്പിക്കുന്ന രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇത് തന്നെയാണോ അവര് പറയുന്നത്? ഈ സെയിം രക്ഷയാണോ? ഈ സെയിം രക്ഷയാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നിത്യമായി രക്ഷിക്കപ്പെട്ടു എന്നാണ്. നമ്മൾ പറയുന്ന നിത്യരക്ഷയും അവർ പറയുന്ന രക്ഷയുടെ ഭദ്രതയും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. നമ്മൾ നേരത്തെ ഈ രക്ഷ ഇത്ര വലിയതായിരിക്കാനുള്ള കാരണത്തിൽ ഒരെണ്ണം, ഇത് നിത്യരക്ഷയാണ് എന്നതാണ് കണ്ടത്. അതും ഇവർ പറയുന്ന നിത്യമായി രക്ഷിക്കപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ഒരെണ്ണം രക്ഷ നിത്യമാണ്. ബൈബിൾ സേസ് സാൽവേഷൻ ഈസ് ഇറ്റേണൽ. We have already seen, because its validity never ends, or never its validity declines. Second, this salvation is eternal because those who will be saved will eternally live and reign with eternal God. രക്ഷ നിത്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മളത് വിശ്വസിക്കുന്നു, നാമും അത് പഠിപ്പിക്കുന്നു. രക്ഷ നിത്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെയും നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെയും അർത്ഥം, ഒന്ന്, രക്ഷയുടെ ഈ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ സാധുത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല. രണ്ടാമത്, ഇത് നിത്യരക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യനായ ദൈവത്തോടു കൂടെ ആ രക്ഷയുടെ സകല അനുഗ്രഹങ്ങളും നിത്യമായി അനുഭവിക്കുവാൻ സാധിക്കും. കുറച്ച് കാലത്തേക്കല്ല, അനന്തമായിട്ട് തന്നെ. ഇതാണ് നമ്മൾ അർത്ഥമാക്കുന്ന നിത്യരക്ഷ, വേദപുസ്തകം പറയുന്ന നിത്യരക്ഷ. എന്നാൽ അച്ഛൻ ഇപ്പം ചോദിച്ച ആ ഒരു സമൂഹം പഠിപ്പിക്കുന്ന കാര്യം നിത്യരക്ഷ എന്നുള്ളതല്ല. അതവർ വിശ്വസിക്കുന്നു, രക്ഷ നിത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു, അത് നമ്മളും വിശ്വസിക്കുന്നു. അതിൽ രണ്ടു കൂട്ടരും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവർ പഠിപ്പിക്കുന്നതൊന്ന്, രക്ഷിക്കപ്പെടുന്നയാള് നിത്യമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അയാൾക്ക് ഒരിക്കലും ഈ രക്ഷയിൽ നിന്ന് മാറിപ്പോകാൻ അല്ലെ വീണുപോകാൻ പറ്റില്ല. ഒരുത്തൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ അവൻ എന്നേക്കുമായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പാപം ചെയ്യാൻ, പാപത്തിൽ വീഴാൻ, പിന്നെ നിത്യത നഷ്ടപ്പെടാൻ, ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അതിനെ ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്നാണ് വിളിക്കുന്നത്. നോട്ട് സിംപ്ലി ഇറ്റേണൽ സാൽവേഷൻ, ബട്ട് ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. രക്ഷയുടെ ഭദ്രത എന്നാണ് അവരതിനെ വിളിക്കുന്നത്. തീർച്ചയായും ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നേടിയ രക്ഷ ഭദ്രം, അതെന്നേക്കുമുള്ളതാ. അതാരും ഇല്ലാതാക്കുന്നില്ല, ആർക്കും അപഹരിക്കാൻ പറ്റുന്നതല്ല.
അത് ആ നിലയിൽ ശരിയാണ്, നമ്മളത് വിശ്വസിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വീണുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വീണുപോകരുത് എന്ന താക്കീതാണ് ഇവിടെ തരുന്നത്. അവ രണ്ടും രണ്ടാണ്. രക്ഷ രണ്ടും ഒന്ന് തന്നെ, പക്ഷേ അതിനോടുള്ള സമീപനം, അതേക്കുറിച്ചുള്ള പഠിപ്പീര് രണ്ടും രണ്ടാണ്. രക്ഷയുടെ ഭദ്രത എന്നതാണ് അവർ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന ഒരാൾ പിന്നെ ഒരിക്കലും പിന്മാറുകയില്ല. ഇനി അഥവാ പിന്മാറിപ്പോയാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്നാണ് അവര് കൊണ്ടുവെക്കുന്നത്. കുറെ നാൾ ചർച്ചയിലൊക്കെ വന്നേ ഉള്ളൂ, അവൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു എന്ന ഒരു വാദമാണ് അവരതിന് മറുഭാഗമായിട്ട് വയ്ക്കുന്നത്. വേദപുസ്തകം പക്ഷേ പഠിപ്പിക്കുന്ന ആ ഒരു വിശ്വാസം പെന്തക്കോസ്ത് സഭകൾ വെച്ച് പുലർത്തുന്ന ഈ ഒരു വിശ്വാസമാണ്. ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഭകളാണ് മറ്റേ ജോക്കുട്ടിച്ചാൻ ഇപ്പോൾ പറഞ്ഞ അല്ലെ ചോദിച്ച ആ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവർ. വീഴാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ അങ്ങനെയുള്ള ചിന്താഗതിക്കാർ ഇന്ന് പെന്തക്കോസ്ത് സഭയിലും ഉണ്ടായിട്ടുണ്ട്. ചിലർ അതിനുവേണ്ടി വളരെ ശക്തമായി വാദിക്കുന്നവരുമുണ്ട്. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു. ഓക്കെ, സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം തുടരാം. രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മൾ ചില കാര്യങ്ങൾ മിനിയാന്ന് പൊതുവായിട്ട് കണ്ടു. ഇന്നലെ അതിനോട് ചേർത്ത് വെച്ച മറ്റൊരു വിഷയം അല്പം വിശാലമായിട്ട് നമ്മൾ ചിന്തിച്ചു. അതിൽ നമ്മൾ ഇന്നലെ കണ്ടത് ദൈവവുമായി അഥവാ ക്രിസ്തുയേശുവുമായി നമുക്കുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ മറ്റ് എന്തിനെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്നെങ്കിൽ അത് രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നതാണ്. എനിക്ക് നാളെ രാവിലെ 6:30-ക്കാണ് ട്രെയിൻ. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. രാവിലെ ആയതുകൊണ്ട് 1 മണിക്കൂർ മതിയാവും. രാത്രി നമുക്കറിയാം, ഈ യോഗത്തിന് ശേഷം മറ്റൊരു യോഗവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ ഒരൽപ്പം വൈകിയേക്കാം. രാവിലെ ഉറങ്ങാൻ നല്ല സുഖമാണ്. ചിലപ്പോൾ ഞാൻ ഉണർന്നു, സമയവും നോക്കി, ഒരു 5 മിനിറ്റും കൂടെ കിടക്കാം, ഒരു 5 മിനിറ്റും കൂടെ ആകട്ടെ, രാവിലെയല്ലേ, എളുപ്പം ചെല്ലാം. അങ്ങനെ യാത്രയേക്കാൾ ഉറക്കത്തിൻ്റെ സുഖത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്താൽ ഞാൻ ഓടിപ്പിടിച്ച് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പച്ചക്കൊടി വീശി കാണിക്കുന്നതോ, പുറകിലത്തെ ഗാർഡ്, ട്രെയിനിലെ പുറകിലുള്ള ഗാർഡ് പച്ചക്കൊടി വീശുന്നതോ, ഏറ്റവും പുറകിലത്തെ ആ ബോഗിയിൽ ഒരു വലിയൊരു എക്സ് എഴുതി വെച്ചിരിക്കുന്നതോ
മാത്രമേ ചിലപ്പോൾ കാണാൻ പറ്റൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ബോഗിയുടെ പുറകിൽ ചുമല ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, കത്തുകയും കെടുകയും ചെയ്യും. ചിലപ്പോൾ എന്നെ കളിയാക്കുകയായിരിക്കും ആ ലൈറ്റ്. സംഭവിച്ചതെന്താ? എൻ്റെ യാത്രയേക്കാൾ ഞാൻ പ്രാധാന്യം നൽകിയത് ഉറക്കത്തിൻ്റെ സുഖത്തിനാണ്. ഇതിന് സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ യാത്ര പോവുക, ആഹാരം ഒന്നും കഴിച്ചില്ല, വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അല്പം കഴിച്ചിട്ട് പോവും. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് നിന്നാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ലക്ഷ്യസ്ഥാനത്ത് എന്നെ എത്തിക്കേണ്ട വാഹനമാണ്. പരീക്ഷ എഴുതുന്നൊരു കുട്ടി ബാക്കി എല്ലാവരും ഉറങ്ങുകയും കഴിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി ഊണും ഉറക്കവും ഒക്കെ വെടിഞ്ഞ് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൽ നിന്നും മാറിപ്പോയാൽ പരീക്ഷയ്ക്ക് അവൻ തോക്കുക, പരാജിതനാകുക. ഇതുപോലെ ഈ രക്ഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം നാം വേറെ എന്തിനു നൽകുന്നുവോ അത് ഈ രക്ഷയെ അവഗണിക്കുകയാണ്. അതിൽ ഒരു പ്രധാന കാര്യം ഇന്നലെ നമ്മൾ കണ്ടത്, നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ആഴത്തിലെ ബന്ധത്തിനാണ്. അതിനപ്പുറം വേറെ എന്തിനൊക്കെ പ്രാധാന്യം നൽകിയാലും, അല്ല വേറൊന്നിനും പ്രാധാന്യം നൽകണമെന്നില്ല, ഈ പറഞ്ഞ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് പ്രാധാന്യം ഒന്നാം സ്ഥാനം, പ്രാധാന്യമെന്ന് മാത്രമല്ല പ്രാഥമികത നൽകാതിരുന്നാൽ മതി. അറിയാം പക്ഷേ പ്രാഥമികത നൽകാതിരുന്നാൽ മതി. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് ലോക്കൽ ട്രെയിനും AC ട്രെയിനൊക്കെ ഓടിത്തുടങ്ങി. മുംബൈക്കകത്ത് AC ട്രെയിനുകൾ ഓടിത്തുടങ്ങി. പിന്നെ വന്ദേ ഭാരത് നമുക്കറിയാം. ഈ വണ്ടികൾക്കുള്ള ഒരു പ്രത്യേകത, പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി അനങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വാതിലുകൾ അടയും എന്നുള്ളതാണ്. പഴയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ബോംബെക്കാർ, വണ്ടി വിട്ട് കഴിഞ്ഞേ വണ്ടിയെ കയറുള്ളൂ. ചാടിക്കയറുന്നതൊരു ഹരമാണ്. ആളൊന്നും ഇല്ലെങ്കിലും വണ്ടി വന്ന് നിൽക്കുന്നതിന് മുമ്പ് ചാടിക്കയറണം, ചാടി ഇറങ്ങണം. അതൊക്കെ ഇവിടുത്തെ ഒരു സംസ്കാരമാണ്. ഇതുപോലെ ദീർഘദൂര വണ്ടികളുമൊക്കെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കുന്നു, അവിടുത്തെ ഫുഡ് സ്റ്റോളുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നു. ഒരു നമ്മുടെ ഇന്ത്യയിലെ ട്രെയിൻ യാത്രാ സംസ്കാരമാണത്. പക്ഷേ ഈ വാതിലടഞ്ഞിട്ട് മാത്രം പോകുന്ന വണ്ടികളിൽ ഈ പരിപാടി നടക്കത്തില്ല. ഇവർ സാധനം മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ വാതിലടയും, 1-2 ബീപ്പൊക്കെ അടിക്കും, കേൾക്കാം. അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരിവിടെ വെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കും, വണ്ടിയുടെ വാതിലടയും. പിന്നെ ഇത് തുറക്കാൻ നോക്കത്തില്ല.
ബന്ധുക്കളകത്തുണ്ടെങ്കിലും തുറക്കാനൊക്കത്തില്ല. ഇതങ്ങ് ലോക്കോ പൈലറ്റിന് മാത്രമേ തുറക്കാൻ പറ്റൂ. അദ്ദേഹം അറിയുന്നില്ല ഇവിടെ ആരാണ്ട് ഇങ്ങനെ വെളി കിടപ്പുണ്ടെന്ന്. ഇതുപോലെ നേരെ തിരിച്ചുകൊണ്ട് ഈ യാത്ര വിടാൻ വരുന്നവരുണ്ട്. അവർ യാത്ര പോകുന്നവരുടെ കൂടെ പോയി ഇങ്ങനെ ട്രെയിനിലിരുന്ന് സംസാരിച്ചിരിക്കും. വണ്ടി വിട്ട് കഴിയുമ്പം ഇവരെന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങും. അങ്ങനെയും ചിലർക്ക് അബദ്ധം പറ്റി കഴിഞ്ഞിടയ്ക്ക്. ഈ പറഞ്ഞതുപോലെ ദീർഘദൂര വണ്ടികളിൽ ഓട്ടോമാറ്റിക് ഡോർ അടയ്ക്കുന്ന സിസ്റ്റം ഉള്ളതിൽ ഇതുപോലെ കയറി സീറ്റിൽ ഇരുന്ന് യാത്ര പറഞ്ഞുകൊണ്ട് കയറുന്നു. ഇവ ഇറങ്ങാൻ വന്നപ്പോഴത്തേക്കും ഡോർ അടഞ്ഞു. 2-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അടുത്ത സ്റ്റോപ്പ്. അവിടെ പോയി ഇറങ്ങേണ്ടി വന്നു. TT വന്ന് പിടിച്ചു, ഫൈനും കൊടുക്കേണ്ടി വന്നു. കണ്ടോ, പ്രാഥമികത കൊടുക്കേണ്ടതിന് കൊടുക്കാതിരുന്നത് കൊണ്ട് വലിയ വില നൽകേണ്ടി വരുന്നത്. നാം ഇതുപോലെ പ്രാഥമികത നൽകേണ്ടത് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ആഴത്തിലെ ബന്ധത്തിനാണ്. സ്തോത്രം. നാം അതേക്കുറിച്ചായിരുന്നു ഇന്നലെ ചിന്തിച്ചത്. ഒരിക്കലും നാം കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെ മറ്റ് എന്തിനേക്കാളിലും താഴേക്ക് കണ്ടുകൂടാ. സ്തോത്രം. വേറെയും ചില കാര്യങ്ങൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. മറ്റൊരു കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് സ്പാസ്മോഡിക് ചർച്ച് അറ്റൻഡൻസ്. സ്പാസ്മോഡിക് ചർച്ച് അറ്റൻഡൻസ്. ഉളുക്കു വീണ ആത്മീയ കൂട്ടായ്മകൾ. ആത്മീയ കൂട്ടായ്മകൾക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും വിസ്താരഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഞാൻ 2 കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഈ വിഷയത്തിൽ പറയുക. ആത്മീയ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുക. അതിനോട് ഞാൻ കപ്പിളി ചെയ്യുന്ന വിഷയം, ചേർത്ത് വയ്ക്കുന്ന വിഷയം, പ്രാദേശിക സഭകളുടെ ആത്മീയ കൂടിവരവുകളെ അവഗണിക്കുക. രണ്ടും ഒരേ സ്വഭാവമുള്ള കാര്യമായതുകൊണ്ട് ചേർത്ത് വയ്ക്കാം. ആത്മീയ കൂട്ടായ്മകൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശിക സഭകളിൽ ഉള്ള ആത്മീയ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുക. അത് ഈ രക്ഷയെ അവഗണിക്കുന്ന ഒരു പ്രത്യേക സംഗതിയാണ്. എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, 10:25, ഹീബ്രൂസ്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് അലിസന്റെ വായിച്ചോ. Not forsaking the assembling of ourselves together, as the manner of some is, but exhorting one another, and so much the more as we see the day approaching. Praise God. അവിടെ നമ്മൾ കാണുന്ന ഒരു താക്കീതാണ്. ചിലർ ചെയ്തു വരുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമ്മൾ പൊതുവെ വാക്യത്തെ പറയുന്നത് ഉപേക്ഷയായി വിചാരിക്കരുതെന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് ഉപേക്ഷിക്കാതെ എന്ന്, അല്ലേ? ഉപേക്ഷയായി വിചാരിക്കരുത് എന്നാണോ? ഉപേക്ഷിക്കാതെ. പക്ഷെ നമ്മൾ പൊതുവെ അത് പറഞ്ഞു വരുന്നത് ഉപേക്ഷയായി വിചാരിക്കരുതെന്ന്. സ്തോത്രം.
not forsaking or neglecting to assemble together, as is the habit of some people. So do not neglect assembling together. എന്നിട്ട് താഴെ പറയുന്നത്, all the more we have to do, all the more we have to assemble together faithfully as you see the day approaching. ആ ദിവസം, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ദിവസം സമീപിക്കുന്നു, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ആത്മീയ കൂട്ടായ്മകൾക്ക് ഉള്ള താല്പര്യങ്ങൾ ആൾക്കാരുടേത് കുറഞ്ഞു വരികയാണ്. നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളത് പോലെ സൺഡേ ക്രിസ്ത്യൻസ് ആയിട്ടും ഫെസ്റ്റിവൽ ക്രിസ്ത്യൻസ് ആയിട്ടും നമ്മൾ പലപ്പോഴും അങ്ങ് ചുരുങ്ങിപ്പോകുന്നു. Often Christians shrinking to Sunday Christians or festival Christians, or for Pentecostals, watch night Christians. നമ്മൾ ചുരുങ്ങിപ്പോവുകയാണ്. ഞായറാഴ്ചത്തെ ഒരു യോഗം, അതും അതിനൊന്ന് ഹാജരിടുന്നതിൽ തൃപ്തരായിട്ട് നിൽക്കുകയാണ് നമ്മൾ. ഫെസ്റ്റിവൽ ക്രിസ്ത്യൻസ് പ്രത്യേകമായ ദിവസങ്ങളിലൊക്കെ മാത്രം, പിന്നെ ഡിസംബർ 31 കണിശമായും, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഭയിലെ ഒരു പ്രധാനപ്പെട്ട ആത്മീയനായ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം സഭയിലെ ഒരു പ്രധാനിയാണ്, അപ്പോൾ തന്നെ വളരെ ആത്മീയനുമാണ്. സന്ദർഭവശാൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനും ദീർഘസമയങ്ങൾ സംസാരിക്കാനും കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഏതാണ്ട് 60-65 പേരോളം ഉണ്ട്. പക്ഷേ ആഴ്ചതോറും നടക്കുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ 3 to 5, 3 തൊട്ട് 5 വരെ ആൾക്കാരെ സംബന്ധിക്കാറുള്ളൂ. കോട്ടേജ് മീറ്റിങ്ങിലാണ് കൂടുതൽ ആൾക്കാർ സംബന്ധിക്കുന്നത്, ഒരു 10-25 പേരോളം. അതും ചിലരുടെ വീടുകളിൽ. എല്ലാവരുടെയും വീട്ടിൽ പോകുന്ന ആളിൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടുതൽ കൂടും. എൻ്റെ വീട്ടിൽ വന്നതാ, ഞാൻ പോയില്ല, പിന്നെ അടുത്ത പ്രാവശ്യം പുള്ളി എൻ്റെ വീട്ടിൽ വരുത്തില്ല. ആ ഒരു ബന്ധത്തിൽ, അല്ലാതെ ആത്മീയതയുടെ ചൂട് കൊണ്ടൊന്നുമല്ല, ആ കുടുംബവുമായിട്ടുള്ള വ്യക്തിപര അടുപ്പം കൊണ്ട് മാത്രം. നോക്കണേ, കൂട്ടായ്മകൾക്ക് താല്പര്യമില്ല. എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ, ഏതൊരു സഭയിലും ഒരു ബൈബിൾ ക്ലാസ് വെച്ചാൽ വചനം പഠിക്കാൻ ആൾ വരുന്നില്ല. ആത്മീയ കൂട്ടായ്മകളെ ഉപേക്ഷിക്കുന്നു, അവഗണിക്കുന്നു. ഇത് രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് എബ്രായ ലേഖന കർത്താവ് തന്നെ 10:25 പറഞ്ഞിരിക്കുന്നു. ആംപ്ലിഫൈഡ് വേർഷനിലേതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നോട്ട് ഫോർസേക്കിംഗ് ഓർ നെഗ്ലക്റ്റിംഗ് ടു അസംബിൾ ടുഗെദർ. അസംബിൾ ടുഗെദർ. സ്തോത്രം.
ഇപ്പൊ രക്ഷയെ അവഗണിക്കുക, ആത്മീയ കൂട്ടായ്മകളെ അവഗണിക്കുന്നെങ്കിൽ നമുക്ക് സമയമില്ല, ഒരു തരത്തിലും കൂടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് വേറെ കാര്യം. സ്തോത്രം. ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ അഭിനന്ദിക്കാറുള്ളതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വരാതിരുന്നാൽ എന്താ വരാഞ്ഞതെന്ന് ചിലപ്പോൾ ചിലരോടൊന്ന് ചോദിച്ചേക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ നമ്മൾ വിളിക്കുകയോ വരണം കേട്ടോ വരാതിരിക്കരുത് നമ്മളെങ്ങനെ ഒന്നും പറയാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, സ്വയ താല്പര്യത്തോടെ വരുന്നവർ മതി എന്നതുകൊണ്ട്. അവരവരുടെ ആത്മീയ താല്പര്യമനുസരിച്ചാകട്ടെ എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കണ്ടും കേട്ടും അറിഞ്ഞും വന്നവരാണ് നിങ്ങളൊക്കെ. നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിയുന്ന ആത്മീയ കൂട്ടായ്മകൾ ഉപേക്ഷിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. അവഗണിച്ചാൽ, അവയെ ഉപേക്ഷിച്ചാൽ അത് രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നതിന് തുല്യമാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഇത് ആത്മീയ സ്വഭാവമാണ്, സഭയുടെ ആത്മീയ സ്വഭാവമാണ്. It was the practice of the early church. After being baptized, they devoted themselves in apostles' teaching, fellowship, breaking of bread, and prayer. Acts 2:42. അപ്പോസ്തലപ്രവൃത്തികൾ 2:42 നമുക്കറിയാം ആദിമസഭയിൽ നടന്നു വന്ന രീതി. അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റവർ പിന്നെ ചെയ്തു വന്ന 4 കാര്യങ്ങളാണ് നാം അവിടെ കാണുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സ്തോത്രം. അവർ ചെയ്തു വന്നതാ നിരന്തരമായി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വചനം പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. നിസ്സാരമായ വിഷയങ്ങൾക്കു വേണ്ടി പോലും തിരുവത്താഴത്തെ അവഗണിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? സ്തോത്രം. തിരുവത്താഴത്തിൽ പങ്കെടുത്തില്ല വിചാരിച്ചിപ്പോ എന്താ? ഇപ്പൊ പങ്കെടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്നൊന്നും ആരും ചിന്തിക്കരുത്. പക്ഷേ അപ്പം നുറുക്ക എന്നത് ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. അതിന് അവസരമുള്ളപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക, അതിനെ അവഗണിക്കുക എന്നത് പാപം തന്നെയാണ്. ഇതെല്ലാം കൂട്ടായ്മയുടെ കാര്യങ്ങളിൽ പെടുന്നതാ. അവഗണിക്കരുത്. ഇതെല്ലാം രക്ഷയെ അവഗണിക്കുന്ന കാര്യങ്ങളാണ്. ആത്മീയ കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമാണ്. സ്തോത്രം. അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞുകൊള്ളട്ടെ,
unaccountable, being unaccountable, or being mutual unaccountable, or keeping unaccountability with one with another. സഭയ്ക്കകത്ത് that is a serious concern. That's a serious concern. ഒരു കമന്റ് വന്നത് ഞാനൊന്ന് പറഞ്ഞതാ. കമന്റ് ഇങ്ങനെയാണ്: അപ്പം നുറുക്ക് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കമന്റ് വന്നിരിക്കുകയാണ്: there is no breaking of bread these days, separate breads are distributed. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണെന്ന്. ഞാനും ചിലയിടത്ത് കണ്ടു. ഇപ്പം അപ്പവുമല്ല, ഏതാണ്ടൊരു തരം എന്തുവാ വൈഫർ പോലത്തെ ഒരു ഏതാണ്ടൊരു സാധനം. ഇത് തന്നെ പക്ഷേ ഞാനും പലരോടും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നുറുക്കുകയും വീഞ്ഞ് എല്ലാം പ്രത്യേക എല്ലാം ഒന്നിൻ്റെ അകത്ത് കണ്ടന്റാ. അപ്പുറം തിരിക്കുക, ഇപ്പുറം തിരിക്കുക, ഇഷ്ടമുള്ള കഴിക്കുക. അതെ, കൊച്ചു പാത്രം. നേരത്തെയൊക്കെ കൊച്ചു പാത്രത്തിൽ ഇങ്ങനെ കൊടുക്കായിരുന്നു, ഓരോ കപ്പിനകത്തിലായിരുന്നു. ഇപ്പം ആ കപ്പ് രണ്ട് സീലിംഗ് ഉണ്ട്. ആദ്യം വീഞ്ഞ് സീൽ ചെയ്യുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയ അപ്പമാണോ എന്തുകൊണ്ടുണ്ടാക്കിയതാണോ എന്നറിയില്ല, ഒരു സാധനം വെക്കുന്നു, അതും സീൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് ഇന്ന് ചെയ്യുന്നതായ ഒരു തെറ്റായ അപ്പം നുറുക്കുന്നതിനെ വിളിക്കാൻ ഒക്കത്തില്ല. കമന്റ് ചെയ്തതുപോലെ യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. അത് തെറ്റായ പ്രവണതയാണ്. അപ്പം നുറുക്കാവുമ്പോൾ അപ്പം നുറുക്ക് തന്നെ. സ്തോത്രം. Yes, of course. So we break the seal, not the bread. Absolutely. നമ്മൾ അപ്പമല്ല നുറുക്കുന്നത്, മുദ്ര ഒട്ടിക്കുക. ആ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പുറത്തൊട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് വലിച്ചിളക്കുന്നതേ ഉള്ളൂ. അപ്പം നുറുക്ക് നടക്കുന്നില്ല അവിടെ. എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് സഭകളിലേ ഉള്ളൂ ഈ നിലയിലേക്ക് ഇത് വന്നിട്ടുള്ളത്. കത്തോലിക്ക ഉൾപ്പെടെയുള്ള സഭകളിൽ അങ്ങനെ ഈ വിഷയത്തിൽ മാറ്റങ്ങൾ ഈ നൂറ്റാണ്ടുകളിൽ ഒന്നും വന്നിട്ടില്ലെന്നാണ് എൻ്റെ ചിന്തയും അറിവും. അവർ പണ്ടും ചെയ്തു വന്നതുപോലെ വിശേഷപ്പെട്ട അപ്പം ഓസ്തി ഉണ്ടാക്കുന്നു, എന്നിട്ട് അവരുടെ രീതിയിൽ എടുക്കുന്നു. അത് പണ്ട് മുതൽ അവർ ചെയ്തു വരുന്നത് അങ്ങനെ ചെയ്യുന്നു. ഒരേ അപ്പത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരുണ്ടാക്കുന്നതെന്ന് എൻ്റെ അറിവ്. ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ശരി, അവർ പണ്ട് മുതൽ ചെയ്തു വരുന്നത് ഇപ്പോഴും ചെയ്യുന്നു. പക്ഷെ നമ്മളാണ് ഇതിനൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ പറയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ നമ്മളാണെന്ന്. വൃഥാഭിമാനിക്കും. ആത്മീയ ശുശ്രൂഷകളിൽ ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഈ തിരുമേശയുടെ ശുശ്രൂഷയെ ഏറ്റവും ലാഘവത്തോടെ കാണുകയും അവഗണനാപരമായി
കൈകാര്യം ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു പെന്തക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ. വളരെ ലജ്ജയോടും ദുഃഖത്തോടും കൂടെ പറയുകയാണ്, അപ്പം നുറുക്ക് വീഞ്ഞ് പകരുന്നത് ഇതിനൊന്നും ഒരു ഗൗരവവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. ആ പ്രാക്ടീസസ് മാറേണ്ടതാണ്, ആ പരിചയങ്ങൾ മാറേണ്ടതാണ്. പാസ്റ്റർ, ഞാനിത് സംസാരിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത് 10,000-3000 അല്ലെങ്കിൽ 5,000 പേരൊക്കെ വരുന്ന സഭകളിൽ ഇത് അങ്ങനെയുള്ള കേസാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലും ഇതുപോലെ ആളുണ്ടായിരുന്നു. Yes. ഒരൊറ്റ സ്നാനത്തിന് സ്നാനമേറ്റ ഒരു 3000, അടുത്തത് 5000. അവരെന്താ ചെയ്തത്? അവർ അപ്പം നുറുക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റി വെച്ചിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ല. ഇവിടെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയം നമുക്ക് അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. നമ്മൾ എത്ര, ഞാൻ പാസ്റ്ററോട് ഓൾറെഡി ഒരിക്കൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് സീരിയസ് കൺസേൺ. അല്ല, ഇവര് കോവിഡ് ഞാൻ കുറ്റം പറയുന്നത്, കോവിഡ് വന്നേ പിന്നാണ് ഇത്ര ആയെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് നിൽക്കണ്ട, ചുമ്മിക്കണ്ട, എല്ലാം കോവിഡിന്റെ പേരില്ല. ഇല്ല, അതിനു മുമ്പ് തന്നെ ഈ പാത്രങ്ങളിൽ, കൊച്ചു കപ്പുകളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ, അമേരിക്കയിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ കോവിഡിനൊക്കെ വളരെ മുമ്പ് തന്നെ കൊച്ചു കൊച്ചു കപ്പുകളിൽ കൊടുത്തു തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് എതിർക്കുമായിരുന്ന പലർക്കും കൂടെ ഈ കോവിഡ് സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നൊരു കാര്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയ ശതമാനം ഇടങ്ങളിലേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു. പിന്നെ ഈ വീഞ്ഞിനോടൊപ്പം തന്നെ ഈ അപ്പത്തിൻ്റെ കഷ്ണം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്കത്തെ ഇൻവെൻഷനോ മറ്റോ. ഇതിപ്പോ കത്തോലിക്കരുടെ ഓസ്തി പോലെയായിരിക്കുന്നത്, വേഫേഴ്സ് എന്ന് പറഞ്ഞ്. പക്ഷെ കത്തോലിക്കരുടെ ഓസ്തിക്ക് ഇച്ചിരൂടെ കട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇത് വെറും കോവിഡിന് മുമ്പ് തന്നെ ഇതുണ്ട്. അതുകൊണ്ട് കോവിഡിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. അല്ല, ഇവിടെ ചില സഭയില് ഈ പറയുന്ന കപ്പും എല്ലാം അവിടെ മേശപ്പുറത്ത് വെച്ചേക്കുക, വരുന്ന ആള് എടുത്ത് കഴിക്കുക, പോവുക, അല്ലാതെ ഒരു തോന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണ്ട് പോവാം. ഓ, അങ്ങനെയുമായോ? അത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. അത് കുറെ കൂടെ നമ്മളെ മുറിപ്പെടുത്തുന്നൊരു കാര്യമാണ്. അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നടത്താമെന്നാണല്ലോ ഉപദേശങ്ങൾ. ഇല്ല, അത് എവിടെ വേണേലും നമുക്ക് നടത്താം, അത് കുഴപ്പമില്ല. കുടുംബനാഥൻ തന്നെ ആദ്യം തുടങ്ങുക എന്നുള്ളതല്ലേ? എന്തോ? അല്ല, വീട്ടിൽ തന്നെ കുടുംബനാഥൻ ഇതങ്ങ് നടത്തിയാൽ മതി എന്നുള്ള ഒരു ഉപദേശം ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അത് തെറ്റാണ്. നമുക്ക് നടത്താൻ എവിടെയും നടത്താം, സഭ കൂടി വരുമ്പോഴാണിത്. അല്ലാതെ ഓരോ വീട്ടുകാരെ അവരവരെ കുടുംബനാഥനും കുടുംബനാഥയും കൂടെ ഈ ചെയ്യുന്നതല്ലിത്. അല്ല, അത് ഈ തെറ്റാണ്. പറയുന്ന സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാ ആ ഉപദേശം. അതെ കോവിഡ് സമയത്ത് ഉണ്ടായതാണെന്ന് തോന്നുന്നത്. ഡൽഹിയിലുള്ള ചർച്ചില് വർഷങ്ങൾക്ക് മുമ്പ് മാരകമായ ഒരു പകർച്ചവ്യാധിയുള്ളൊരു ഫാമിലി വന്നായിരുന്നു, HIV. അപ്പോൾ അത് വലിയൊരു കൺസേൺ ആയിട്ട് മാറി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പം കപ്പിൻ്റെ അകത്ത് ആക്കി വൈൻ ഡിസ്ട്രിബ്യൂഷൻ ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ഇനിയിപ്പം അതിനെക്കുറിച്ച് എടുത്ത് HIV എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് പറഞ്ഞാൽ
HIV നല്ല സീരിയസ് ആയ HIV ഭക്ഷണം കഴിച്ച അതേ പാത്രത്തിൽ ഞാൻ ആഹാരം കഴിക്കാം. HIV മുറിവിലൂടെയാണ്, രക്തത്തിലൂടെയാണ് പകരുന്നത് നമുക്കറിയാം. അതും നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ ഇത്രയും കാലം ഏതെങ്കിലും ഒരു സഭയിൽ ഒരു ചെറിയ ഫ്ലൂ, ഒരു ചെറിയ ജലദോഷമെങ്കിലും തിരുവത്താഴത്തിൽ ഇങ്ങനെ ഒറ്റപ്പാത്രത്തിൽ പങ്കെടുത്തത് കൊണ്ട് പകർന്നു എന്ന് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് ഇതുവരെ അങ്ങനെ അറിവില്ല. അല്ല, അന്നൊന്നും അങ്ങനെ ഒരു ചിന്തയേ ഇല്ലല്ലോ പാസ്റ്ററെ, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അതാണ് അതിനകത്തെ കാര്യം. കൺവിൻസ് ചെയ്യാൻ പാടാണല്ലോ. കൺവിൻസ് ചെയ്യാൻ ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു വലിയ കൺസേൺ ആണ് എന്ന്. പ്രത്യേകിച്ച് ഇന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു, അപ്പം നുറുക്കി പിന്നെ വീഞ്ഞ് ഈ പറഞ്ഞതുപോലെ കൊച്ചു പാത്രങ്ങളിൽ കൊടുത്തു. എന്നാൽ ആദ്യം കുറച്ച് ഒരു പാത്രത്തിൽ നിന്ന് വീഞ്ഞെടുത്ത് വേറെ പാത്രങ്ങളിലേക്ക് ഒഴിക്കുകയും ചെയ്തു. ചിലയിടത്താണെങ്കിൽ ഇതൊന്നുമില്ല. സ്തോത്രം. പിന്നെ പാസ്റ്റർ, ഇത് ഒരുമിച്ച് ഭക്ഷിക്കണ്ടേ? ഒരുമിച്ച് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഒരു വർഷിപ്പ് ടീമിന്റെ ആൾക്കാർ പറഞ്ഞേ, ഞങ്ങള് ഇതെല്ലാം കഴിഞ്ഞ വെച്ച് ഞങ്ങൾ ഗ്രീൻ റൂമിൽ പോയിരുന്ന ഇതെടുത്ത് ഭക്ഷിക്കണേന്ന്. അതധികം വരുന്നത് കഴിക്കുന്നു. അധികം വരുന്ന എന്ത് മറുപടിയാ പാസ്റ്റർ പറയണ്ടത്? ഒരുമിച്ച് ഭക്ഷിക്കുക എന്ന് ചിലർ പറയുന്നത് എല്ലാവർക്കും അപ്പം കൊണ്ട് കൊടുക്കുന്നു, അപ്പം എല്ലാവരും മേടിച്ച് കൈ വെക്കുന്നു, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഈ കൊടുത്ത ആളും കൂടെ കയ്യിലെത്തി വെച്ചിട്ട് ഇനി നമുക്ക് ഭക്ഷിക്കാന്ന് പറയുമ്പോൾ ഭക്ഷിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല. അത്രയും നേരം ഈ കൈ വെച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമുക്ക് അപ്പം എടുത്ത് ഭക്ഷിക്കാം. അല്ലാതെ ഇതും എടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോവുകയോ, പിന്നെ ചിലയിടത്തുണ്ട്, ഈ കഴിഞ്ഞിടയ്ക്കും ഒരാൾ എന്നോട് ചോദിച്ചു, പിന്നെ ഒരാൾ രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്, സഭയിൽ വരാൻ പറ്റുന്നില്ല, അപ്പം ഇവിടുത്തെ തിരുവത്താഴത്തിൻ്റെ കുറച്ച് കൊടുത്തയക്കാമോ എന്ന് അങ്ങോട്ട്. വീട്ടുകാർ വന്നിട്ടുണ്ട്, ഇച്ചിരി കൊടുത്തയക്കാമോ, ഇച്ചിരി അപ്പോ ഇച്ചിരി വീഞ്ഞ്. അതും തെറ്റാ, അതും പാടില്ല. ഇനി അങ്ങനെ അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു സഭ കൂടി ഒരു യോഗം വെച്ച് അവിടെ വെച്ച് നടത്തിക്കോ, അത് കുഴപ്പമില്ല. അല്ല, ഇവിടുന്ന് നീ കല്യാണത്തിൻ്റെ ബാക്കിയുള്ളത് അല്ലെങ്കിൽ വരാത്തവർക്ക് കൊടുത്തയക്കുന്നത് പോലെ ഇത് കൊടുത്തയക്കാനുള്ള സാധനമല്ല. അല്ല, ഇവിടെ ഒരാൾ ഹോസ്പിറ്റലില് ഇങ്ങനെ ജോയിയായിട്ട് കിടന്നപ്പം ഇങ്ങനെ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അവരുടെ റൂമിൽ വെച്ച് തന്നെ 5-6 പേരെ കൂട്ടി ഒരു തിരുവത്താഴം നടത്തി. അത് കുഴപ്പമില്ല. പക്ഷേ ഈ രോഗിയായിട്ട് ആശുപത്രികളിലൊക്കെ കിടക്കുന്നവർക്ക് ഈ മറ്റേ സാമുദായിക സഭകളിലതുപോലെ വേണുന്നത് എത്തിക്കുക എന്നൊരു ചിന്താഗതിയിലാണെങ്കിൽ അത് തെറ്റിപ്പോയി. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് തിരുവത്താഴത്തിൽ പങ്കെടുത്തിട്ട് ചാകണം, ആ ഒരു സംഗതി വേണ്ട. അല്ല, രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കണമെന്ന് മരണഭീതി കൊണ്ടുമൊന്നുമല്ല, അല്ലാതെ സാധാരണയായിട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരെ മാത്രം കൂട്ടിയായാലും ശരി, ആ മുറിയിൽ വെച്ച് അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ച് ഈ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നതിൽ തെറ്റില്ല. പിന്നെ ജനറൽ കൺവെൻഷനുകളിലും മറ്റും തിരുവത്താഴം നടത്തുന്നതിനോട് ഒരു ശകലം പോലും യോഗ്യതയുള്ളയാളല്ല ഞാൻ. അത് വേണ്ടാത്തൊരു കാര്യമാണ്. ഇത് പ്രാദേശികമായി നടത്തപ്പെടേണ്ട സംഗതിയാണ്.
ഡിസ്ട്രിക്ട് കൺവെൻഷനുകളിലും ഒന്നുമല്ല. അങ്ങനെയുള്ള പൊതു കൂടിവരവുകളിലല്ല തിരുവത്താഴം നടത്തേണ്ടത്, പ്രാദേശിക സഭകളിലാണ് അത് നടത്തപ്പെടേണ്ടത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്രാദേശിക സഭകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നവർ പോലും വന്ന് ഇതിൽ പങ്കെടുക്കും. പുറത്തു നിന്നുള്ളവരും ഇത് അറിഞ്ഞുകൂടാത്തവരും രക്ഷിക്കപ്പെടാത്തവരും ഒക്കെ വന്ന് ഇതിൽ പങ്കെടുക്കും. ഞങ്ങളുടെ ഇവിടെ തന്നെ നടന്ന ഒരു എല്ലാ സഭകളും കൂടെ ചേർന്നുള്ളൊരു കൂടിവരവിൽ ഞങ്ങളുടെ സഭയിൽ പുതുതായിട്ട് വരുന്ന ചിലരുമായിട്ടും ഞങ്ങളുടെ സഹോദരിമാരായിരുന്നു പോയി. ഇപ്പം ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നത്. അപ്പം വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി കുഞ്ഞുമൊക്കെ ആയിട്ടിരിക്കുക. ഇത് അങ്ങെടുത്തു. പിന്നെ എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് അവരോട് പിന്നെ പറഞ്ഞു, തിരിച്ചു വെപ്പിച്ചു. എന്നാൽ അങ്ങനെ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ആരും വന്ന് എടുക്കും. അതുകൊണ്ട് ഈ പരസ്യ യോഗങ്ങളിൽ തിരുവത്താഴം നടത്തുന്നത് ഒട്ടുമേ അഭികാമ്യമല്ല. വേദപുസ്തകത്തിൽ അതിന് അടിസ്ഥാനവുമില്ല. പ്രാദേശിക സഭകളിലാണ് ഇത് നടത്തപ്പെടേണ്ടത്. ബാക്കി വരുന്നതും യാതൊരു ഭക്തിയുമില്ലാതെ വിതരണം ചെയ്യുന്നതും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പം ആ കാര്യങ്ങൾ നമ്മുടെ സഭകളിലെങ്കിലുമൊക്കെ പ്രായോഗികമാക്കുകയും ആവോളം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടത്താനോ ഉദ്യമിക്കുകയും ചെയ്യുന്നെങ്കിൽ നന്നായിരിക്കും. സ്തോത്രം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇതെല്ലാം അവഗണിക്കുന്നത്, ഈ നിലകളിലൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അവഗണനാപരമായ നമ്മുടെ സമീപനങ്ങൾ, ആത്മീയ വിഷയങ്ങളെ, ദൈവിക വിഷയങ്ങളെ, രക്ഷയുടെ വിഷയങ്ങളെ അവഗണിക്കുന്നതിന് തുല്യം തന്നെയാണ്. തിരുവത്താഴത്തിൻ്റെ ശുശ്രൂഷ സമയത്തൊക്കെ ചില പുള്ളികളിൽ നിന്ന് ഒത്തിരുന്ന് ഉറക്കുക. ഞങ്ങളുടെ സഭകളിൽ പറയാറുണ്ട്, ഉറങ്ങുന്നവരങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടാൽ പറയും. ഉറങ്ങുന്നവരും ദൈവവചനം ക്രൂശിനെ ധ്യാനിക്കാത്തവരും ശ്രദ്ധിക്കാത്തവരും ഒന്നും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. ചിലരെയൊക്കെ തട്ടി ഉണർത്തിയാ കൊടുക്കുന്നത്, അപ്പം വന്ന് എടുക്കടാന്ന് പറഞ്ഞുകൊണ്ട്. പാടില്ല. ഈ ആത്മീയ വിഷയങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകിയേ പറ്റൂ. അവഗണിക്കരുത്. ഇപ്പം ചിലരെ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തിരുവത്താഴത്തിൽ പങ്കെടുത്തില്ല, അതിനെന്താ, സാരമില്ല. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ജനറൽ കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ഒക്കെ നടക്കുമ്പം ബുക്ക് സ്റ്റാളുകളിൽ വരെ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ട് കൊടുക്കുന്നവർ. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രവണത വേദപുസ്തക അടിസ്ഥാനമില്ലാത്തതാ. പക്ഷെ ബൈബിൾ കോളേജുകളിലൊക്കെ ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇത് പഠിപ്പിക്കേണ്ട വിഷയമില്ല മാസ്റ്റർ. ഇത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമില്ല. ഇനി പാസ്റ്റർമാരായിട്ട് ഇത് ബൈബിൾ സ്കൂളിലെ ഇവരുടെ കാര്യമല്ല. ഇത് ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് 4-5 വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാൻ അനുവാദം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് ഇറങ്ങിയവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് സഭാ നേതൃത്വം ചെയ്യേണ്ട കാര്യമാണ്.
അതെ, ഈ ജനറൽ കൺവെൻഷന്റെ കാര്യം പാസ്റ്റർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വകതിരിവ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ആരുടെ അടുത്തേലും പറഞ്ഞാൽ നമ്മളെ ഓടിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല, കറക്റ്റായി. ഈ ബുക്ക് സ്റ്റോളിലൊക്കെ കൊടുക്കുന്ന കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പണ്ട് പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ കൊണ്ട് കൊടുക്കുന്നു. യാതൊരു വഴിയെ പോകുന്നവരും എല്ലാവരും ഏത് ആൾക്കും XYZക്ക് എടുക്കാം. ഈ തിരുവത്താഴവും കൊണ്ട് കൊടുക്കും അവിടൊക്കെ. അത് കഴിയുമ്പോൾ സ്തോത്രകാഴ്ച പാത്രവും കൊണ്ടുപോകും. ഇത് രണ്ടും തെറ്റാ. തോബിയാവും എല്ലാം കൂടെ നെഹമ്യാവിന്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങളും കൂടെ നിങ്ങളുടെ ദൈവത്തിന്റെ നഗരത്തിന്റെ മതിലൊക്കെ പണിയാൻ. നെഹമ്യ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സ്തോത്രകാഴ്ച ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രകാഴ്ച എന്നോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. വെറുതെ അവിടെ ഇവിടെ നിന്ന് വർത്താനവും പറഞ്ഞ് തമാശയും പറഞ്ഞ് യോഗത്തിൽ കൂടാതിരിക്കുന്നവരുടെയൊക്കെ അടുക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട സാധനമൊന്നുമല്ലത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയുള്ള പൊതുയോഗങ്ങളിൽ ഈ കാര്യങ്ങൾ നടത്താൻ പാടില്ല. എനിക്ക് പറയാനൊക്കുന്ന നേതൃത്വങ്ങളിലൊക്കെ ഞാൻ ഈ കാര്യം പറയാറുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ ചിലർ കേട്ടിട്ടുണ്ട് ചില നേതൃത്വങ്ങളിലൊക്കെ. അതിനുശേഷം ആരും കേൾക്കാറില്ല. ഇപ്പൊ പറഞ്ഞു വന്നതിൻ്റെ സാരം മനസ്സിലായല്ലോ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. അതിൻ്റെ ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഈ കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് വെച്ചാൽ ഒരുമിച്ച് സഭ കൂടി വന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുക. ഈ വിധ കാര്യങ്ങളിൽ നമ്മൾ അവഗണന പുലർത്തുന്നെങ്കിൽ അത് രക്ഷയെ അവഗണിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോസ്തലിക ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യവും കൂടെ പറയാം. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം? നമ്മുടെ സഭകളിൽ എത്ര പേർക്കറിയാം? ശുശ്രൂഷകന്മാരിൽ തന്നെ എത്ര പേർക്കറിയാം? കാരണം നമ്മൾ ദൈവവചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കൊരൽപ്പം പൂതിയിളകുന്ന ഒരു പ്രസംഗം, നിന്റെ കണ്ണീര് ദൈവം കണ്ടു, ദൈവം നിന്നെ അനുഗ്രഹിക്കും, 2026 അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ ഇക്കിളി ഇടുന്ന ഒരു സുഖം, ഒരു കൊച്ചിക്കിളി, ആ ഒരു സുഖം മതി. അല്ലാതെ ദൈവവചനത്തെ ശരിയാമണ്ണം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം പോലുമില്ല. എന്നാൽ ആദിമസഭ നമുക്ക് കാണിച്ചു തന്ന മാതൃക, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാൻ കൂടി വന്നിരുന്നു, സമയം അതിനു വേണ്ടി വേർതിരിച്ചിരുന്നു. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ടോട്ടാ സ്ക്രിപ്റ്റൂറ, നമ്മൾ തിരുനാളായ ആ പദം പറഞ്ഞിട്ട്, ടോട്ടാ സ്ക്രിപ്റ്റൂറ, ടോട്ടൽ സ്ക്രിപ്ചർ, എ ബാലൻസ്ഡ് ടീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചേഴ്സ് വി നീഡ്. പക്ഷെ അതിന് പല സഭകളും താല്പര്യം കാണിക്കുന്നില്ല, പല വിശ്വാസികളും താല്പര്യം കാണിക്കുന്നില്ല. അത് ഇത്ര വലിയ രക്ഷയെ അവഗണിക്കലാണ്.
അവഗണിക്കലാണ്. അതിനോട് ചേർത്താണ് മറ്റൊരു കാര്യം പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോയത്. അതായത് എ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി we need in our churches, one with another. But lack of this accountability is also a way of neglecting salvation. Today, this accountability is very low or it's equal to nil. വിശ്വാസികൾ തമ്മിലുള്ള, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പാസ്റ്റർമാർ ഉൾപ്പെടുന്നില്ലെന്ന് കരുതരുത്, ദൈവമക്കൾ എന്ന അർത്ഥമാവുള്ളത്. ദൈവമക്കൾ തമ്മിൽ ഒരു കണക്ക് കൊടുക്കേണ്ട, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എത്ര പേർ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്? അതായത് ഞാൻ സംബന്ധിക്കുന്ന ആത്മീയ കൂട്ടായ്മയിൽ എനിക്കും ചിലത് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്, എനിക്കും ഉത്തരവാദിത്വമുണ്ട്. If we are simply passively passing the time in a fellowship, passive time passing, taking no responsibility, then we are neglecting this great salvation. പലരും ഇന്ന് സഭയിൽ ചുമ്മാതെ പോയിരിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, അദ്ദേഹം എന്തെങ്കിലും പ്രസംഗിക്കട്ടെ, സ്വോത്രകാഴ്ചയും ദശാംശവും ഒക്കെ വേണമെങ്കിൽ കൊടുത്തേക്കും, ഒരഭിപ്രായവും പറയാൻ പോകത്തില്ല, യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കത്തില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റിക്കാരും ആകുക എന്നുള്ള അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതൊന്നും ആകാതെ തന്നെ സഭയുടെ ആത്മീയ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. അതിന് നമ്മൾ തന്നെ ദൈവത്തിൽ നിന്ന് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുകയും ദൈവഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ, ബീറ്റ്സിനെ തിരിച്ചറിയുകയും അത് നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മയിലുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യാം. അതിന് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ആരെങ്കിലും കേൾക്കട്ടെ, കേൾക്കുന്നില്ലേ കേൾക്കണ്ട. പക്ഷെ നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ച കടമ നിർവഹിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരാൾ, ഇന്നിപ്പം ഞാൻ യോഗത്തിന് വന്നില്ല, വർക്കിച്ചാൻ എന്നോട് ചോദിക്കുക, എന്താ കണ്ടില്ലല്ലോ. അപ്പോൾ വർക്കിച്ചാനോട് ഞാനെന്തോ കണക്ക് കൊടുക്കാന്, ഞാനെന്തിനാ അദ്ദേഹത്തോട് കാര്യം പറയുന്നത് എന്ന ചിന്താഗതി എനിക്കുണ്ടെങ്കിൽ തെറ്റി. അദ്ദേഹം എന്നോട് ചോദിച്ചത് ഈ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ കുറച്ച് നാളുടെ കാണുന്നില്ല, അദ്ദേഹം അനങ്ങുന്നില്ല, പുള്ളി വരുന്നെങ്കിൽ വരട്ടെ, വരുന്നില്ല വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആ അക്കൗണ്ടബിലിറ്റി, ആ കണക്ക് കൊടുക്കലിൻ്റെ കുറവുണ്ടായി. ഇത് പ്രാദേശിക സഭയിലാണ്. താങ്ക് യു. ഞാൻ നോക്കി, പക്ഷെങ്കിൽ 10 മണിയുടെ ഇതിൽ ഞാൻ അങ്ങ് പോകുമായിരുന്നു. താങ്ക് യു അങ്കിളെ. നിർത്തിക്കോട്ടെ.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൽ ഇനിയും ഉണ്ട്. നമ്മളിന്ന് ചർച്ചകളിലൂടെ പോയതുകൊണ്ട് മറ്റ് ഒത്തിരി വിഷയങ്ങളിലേക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇവയിലെല്ലാം നമുക്ക് വേണ്ടത് തിരുവചനപ്രകാരമുള്ള ഒരു സമീപനമാണ്. എ സ്ക്രിപ്ചറൽ അപ്രോച്ച് വി നീഡ് ഇൻ ഓൾ ദീസ് ആസ്പെക്ട്സ്. അതുകൊണ്ട് നാം ഈ വിഷയങ്ങളെ ഒന്നിനെയും, ആത്മീയമായിട്ടുള്ള ഇവയെ ഒന്നിനെയും അവഗണിക്കാതെ അവയ്ക്കെല്ലാം അർഹമായ പ്രാധാന്യവും തൂക്കവും നൽകിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രിസ്തു എന്ന ഏക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ബാക്കി നമുക്ക് നാളെ പതിവ് പോലെ 8:30, നാളെ ഇല്ല, വെള്ളിയാഴ്ച, നാളെ നമുക്ക് ക്ലാസ് ഇല്ല, വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും 8:30 കാണാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ. അതുവരേക്കും മാറാനാഥ.